സാറേ, ഗസയിൽ നിന്ന് ഈ ഹമാസിനെ പൂർണ്ണമായി തുറച്ചു നീക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ 11 മാസമായി അതിനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ലക്ഷ്യം വിജയം കണ്ടു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സത്യമല്ലേ, അവരെത്തിക്കഴിഞ്ഞു. ആ ലക്ഷ്യം കഴിഞ്ഞ് അടുത്ത ലക്ഷ്യം അവർ ഫിക്സ് ചെയ്യുകയും ചെയ്തു. ടാർഗറ്റ് ഈസ് സിറിയ ആൻഡ് ലെബനൻ ആൻഡ് ബേസിക്കലി ഈസ് ഹിസ്ബുള്ള ഇൻ ദ ലിസ്റ്റ്. അപ്പം ഈ ഒരു ടാർഗറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഒരു റോക്കറ്റ് ആകാശത്തേക്ക് പോകുമ്പം അതിൻ്റെ ഓരോരോ ഓയിൽ ടാങ്കറോ അതിങ്ങനെ കാലിയാക്കി ഭൂമിയിലേക്ക് വിടും. പിന്നെ അത് കത്തിക്കഴിഞ്ഞാൽ ആ ടാങ്ക് കൊണ്ട് കാര്യമില്ല. അതേപോലെ ഇസ്രായേൽ അവരുടെ രാഷ്ട്ര നിർമ്മാണത്തിനായി ആദ്യത്തെ അവരുടെ നേരിട്ട പ്രശ്നം PLO ആയിരുന്നു. PLOനെ അവർ ഹമാസിനെ വെച്ച് ഹമാസിനെ വെച്ചാണ് തീർത്തത്. കാരണം PLOന്റെ പോപ്പുലർ സപ്പോർട്ട് ഹമാസിന് പോയി. ഹമാസിന് അവർ നേരിട്ട് തോന്നും. ഇനി അവർക്ക് പലസ്തീനിൽ വേറെ ഭീഷണികളില്ല. കാരണം PLO ഏതാണ്ട് ഇപ്പോൾ അവരുടെ ഒരു ADCനെ പോലെയാണ്. അവരെന്ത് പറയുന്നത് PLO ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ ഇനി വെസ്റ്റ് ബാങ്കിലോ ഗസയിലോ ഇനി അവർക്ക് ഭീഷണികളില്ല. ഇനി അവർക്ക് അടുത്ത ടാർഗറ്റിലേക്ക് പോകണം. അടുത്ത ടാർഗറ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി സിറിയ ആൻഡ് ലെബനൻ പിടിച്ചെടുക്കുക എന്നുള്ളത്. അതിൻ്റെ ആദ്യം അവർ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ഹിസ്ബുള്ളയാണ്. ആ ലക്ഷ്യത്തിലേക്ക് അവർ ചുവട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ഈ യുദ്ധം, ഗസയിലെ യുദ്ധം അവരുടെ ഒരു പെർസ്പെക്റ്റീവ് ഗസയിലെ യുദ്ധം തീർന്നു. പക്ഷേ എന്തുകൊണ്ട് അവർ ഗസയിൽ നിന്ന് ഇപ്പം പെട്ടെന്ന് സൈന്യത്തെ പിൻവലിക്കുകയോ അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ലാന്ന് വെച്ചാൽ, അങ്ങനെ പിൻവലിച്ചാലോ നോർമലൈസ് ചെയ്താലോ ഒരു പക്ഷേ ഇവർ തിരിച്ചു വരും, റീചാർജ് ചെയ്ത് വരും അവർ ഹമാസ്. അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ചുറ്റുമുള്ള രാജ്യങ്ങളിലായാലും ഇപ്പം ഈജിപ്റ്റ് ആണെങ്കിലും ഖത്തർ ആണെങ്കിലും സിറിയ, ലെബനൻ ഇവരൊക്കെ തന്നെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് അവരുടെ പ്രസൻസ്, യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം അവിടെ നിലനിർത്തുന്നില്ല. മിഷൻ ഗസ ഈസ് ഫിനിഷ്ഡ്. പക്ഷേ എന്നിട്ടും അവിടെ ഈ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് വേണ്ടാത്ത എന്ന് പറയുമ്പോൾ അത് വേണ്ടാത്തോണ്ടല്ലേ. അതിപ്പോ അയാളെ പിടിച്ചാലേ വേറൊരുത്തനെ കൊണ്ടുവരും. അത് കാര്യം ഇപ്പൊ ബില്ലാദിന് പകരം താലിബാന് വേറെ ഹെഡ് ചീഫ് ഉണ്ടല്ലോ, അത് കൊണ്ടുവരും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇസ്രായേലിന് അറിയായിട്ടൊന്നും. ഇസ്രായേലിന് എവിടാന്നൊക്കെ അറിയാം. പിന്നെ അത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെന്റ് അവരുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അത് നേരിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ബാക്കി വെച്ചായിരിക്കും. അങ്ങനെ ചെയ്യും പോലീസുകാർ. പൊതുവെ നിങ്ങളെ പേര് 100 കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 99 കേസ് അവർ പിൻവലിക്കും. ഒരു വള്ളിക്കെട്ട് കേസ് അവിടെ വെച്ച് എന്നെങ്കിലും നിങ്ങൾ പ്രശ്നക്കാനായാൽ, അല്ല അവർക്ക് എന്തെങ്കിലും കള്ളസാക്ഷി പറയാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ കേസ് കാണിക്കും. ഇത് പോലീസിന്റെ രീതിയാണ്. ലോകത്തിലായത് കള്ളക്കടത്താൻ നിങ്ങൾ നോക്കിയോ അല്ലെങ്കിൽ മിലിറ്റന്റിനെ നോക്കിയോ, അയാള് ഈ പരിപാടിയൊക്കെ നിർത്തി ഇപ്പോൾ സ്വസ്ഥമായി ജീവിക്കുകയാണ്. അപ്പോൾ അയാളെ വലിയ ഒരു കേസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം വന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാം ഈ വിഷയത്തിലാണ്. അപ്പോൾ അല്ല, മുമ്പ് അയാളുടെ വലിയ കേസ് ഉണ്ടായിരുന്നു, അതിപ്പോഴാണ്. അതൊരു സിസ്റ്റമാണ്, ഒരു വേറൊരു രീതിയാണ്. അതിപ്പം താഴെത്തട്ട് നമ്മുടെ പോലീസ് തൊട്ട് സൈന്യം വരെ അനുവർത്തിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന അയാളെ സിൻവാറിനെ പിടിക്കാതെ വെച്ചിരിക്കുന്നത്. സിൻവാറിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു വിലപേശാൻ ഉപയോഗിക്കാൻ പറ്റില്ല. സിൻവാർ ഫോക്കൽ പോയിന്റ് നിൽക്കുകയാണെങ്കിൽ തട്ടിക്കളയും വിചാരിച്ച് വേണമെങ്കിൽ ആഗ്രഹിക്കുന്ന വഴിക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലേ, പ്രത്യേകിച്ച് ഈ ബന്ദികൾ പലരെയും ഇപ്പോഴും ഇവർക്ക് പൂർണ്ണമായും മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അവരുടെ ഒരു ബന്ദികൾ ഇസ്രായേൽ ഏതാണ്ട് എഴുതി തള്ളിമട്ട. ബന്ദികളെ കാര്യത്തിൽ കൺസേൺഡ് ആണ്. ഇത്ര ഒരു വലിയൊരു വാറിലേക്ക് അവർ പോകില്ല. ഏതാണ്ട് 40,000-ഓളം 30,000-40,000 ഇടയ്ക്ക് പലസ്തീൻസ് കൊലയപ്പെട്ടിട്ടുണ്ട്. ഗാസ എല്ലാ ആളുകളും കൊലയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ യുദ്ധത്തിലേക്ക് അവർ പോകില്ലായിരുന്നു. ബന്ദികൾ പോകാണ് പോട്ടെ എന്നുള്ളതാണ്. ഈ ബന്ദികളെ കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കണം. ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകളെ ജൂതം ഈ നാസികൾ കൊന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ മധ്യകാലഘട്ടത്തിൽ ഞങ്ങളിൽ പെട്ട ഒരാളുടെ പേര് പറഞ്ഞ് വേറെ ആളുകൾ കൊന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അവർ പറയുക. കാരണം അവരുടെ ഒരു ലൈഫ് അങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും പുത്തരിയല്ല. ബന്ദികൾ പൊക്കോട്ടെ, അതാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡ്. അല്ലെങ്കിൽ ഓൾ ഔട്ട് വാറിലേക്ക് പോകില്ലല്ലോ. ഇത് ഓൾ ഔട്ട് വാറല്ലേ. അവിടെയാണ് ഹമാസിനും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെയുള്ള ആളുകൾക്കും പേശത്. അത് ഇസ്രായേലിൻ്റെ വേറൊരു ബൈറ്റാണെന്ന് എനിക്കിപ്പം തോന്നുന്നുണ്ട്. ഒരു ബന്ദീനെ വിട്ടുകെട്ടാൻ വേണ്ടി അവർ ഏതാണ്ട് 100ഓളം തടവുകാരെ വിട്ടുകൊടുത്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഹമാസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ 1000 ആളുകളെ പിടിച്ചുണ്ട്. അപ്പോൾ ഹമാസ് വിചാരിച്ച് 1 ലക്ഷം ആളുകളെ വിട്ടുകൊടുക്കും. അവരെ 30,000 പാവങ്ങൾ മരിച്ചു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു കരാർ ഒപ്പിടുന്നതിനെ കുറിച്ചും ആലോചനയിലുണ്ട്. അത് ഈജിപ്റ്റ് മുൻകൈ എടുത്തിട്ടാണ് ആ കരാർ. അതുണ്ടാവും. അത് പക്ഷേ അവർക്ക് പ്രൈം ടാർഗറ്റ് അല്ല, അത് സെക്കൻഡറി ആയിരിക്കും. പ്രൈം ടാർഗറ്റ് അവരിപ്പം ഹമാസിനെ തീർക്കുക എന്നുള്ളതാണ്. ഇനി ഭാവിയിൽ ബന്ദികൾ ഉണ്ടായിരിക്കില്ലെന്നാണ്
ബന്ദികളുടെ കാര്യത്തിൽ ഒരു വിലവേശമായി വീക്കൻ ചെയ്യപ്പെടും. ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന പോയി പിന്നെ വേറൊരു സംഘടന ഉണ്ടാവില്ലേ? അല്ല, അത് ഇന്നത്തെ ഹമാസൊക്കെ ജനിച്ചു വളർന്നതെന്ന് വെച്ചാൽ ഹമാസ് അന്നത്തെ കാലഘട്ടത്തിൽ സർവൈലൻസ് ഒത്തിരി സ്ട്രോങ് അല്ല. പിന്നെ ഇസ്രായേലിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ പലസ്തീൻ അനുകൂലമായിട്ട് PLOക്ക് അനുകൂലമായിട്ട് ഒരു വലിയ തരംഗമുണ്ട്. അത് ലോകത്തെല്ലായിടത്തും PLO വീക്കൻ ചെയ്ത് ആ തരംഗം ഇല്ലാതാവും. അപ്പൊ ഇന്ത്യ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ PLO സപ്പോർട്ടും ചെയ്യുന്നത്. വലിയ സപ്പോർട്ട് ഇന്ത്യയിൽ PLOക്ക് ഉണ്ടായിരുന്നു. നമ്മള് ഹമാസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഹമാസിന് എന്ത് ചെയ്താലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ഇവിടെ ചില ആളുകൾ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അത്രേ ഉള്ളൂ. അത് അവരുടെ തന്ത്രമായിരുന്നു. അപ്പൊ PLOനെ ഒഴിവാക്കാൻ വേണ്ടി ഹമാസിനെ അവർ വളർത്തിക്കൊണ്ടുവന്നു. ഇപ്പൊ ആരെന്ത് ചിന്തിക്കുന്നത് കണ്ടുപിടിക്കാനുള്ള വഴിയുണ്ടല്ലോ. അതിനല്ല സോഷ്യൽ മീഡിയ നിങ്ങളുടെ ഇടയിൽ ഇറക്കുന്നത്. അമേരിക്കയാണ് ഇറക്കിയതെങ്കിൽ അതിന് വേണ്ടി ജൂതന്മാരെ തല ജൂതന്റേതായിരിക്കും. നിങ്ങൾ തലയൊക്കെ പോകുക ജൂതനെ പോകുള്ളൂ. അല്ല ജർമ്മൻകാരനെ പോകുള്ളൂ. ഇവന്മാരാണ് ഇത്തരം കാര്യങ്ങൾ ടെക്നോളജീൻ്റെ അത് ഭയങ്കര തലയാണ് ഇവന്മാർ. അപ്പൊ ഇപ്പം ജപ്പാൻകാരും ആ രീതിയിൽ വളരുന്നുണ്ട്. അപ്പം ഈ കാര്യത്തിൽ ഇവർ സോഷ്യൽ മീഡിയ നിങ്ങളെ വേണ്ടി ഇറക്കിയത്. അപ്പം നിങ്ങൾ വെറുതെ ഗൂഗിൾ നോക്കുക, നിങ്ങളെ കണ്ണ് വെറുതെ ഒരു സ്റ്റെക്ക് ചെയ്താൽ മതി, ഒരു സെക്കൻഡ്. അത് നിങ്ങളെ താല്പര്യമുള്ള വിഷയമെന്ന് AI നോട്ടീസ് ചെയ്യാണ്. അതെ. അപ്പം നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെ ഇസ്രായേലിന് അടിച്ചു കൊടുത്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഹൗ ടു സ്ട്രൈക്ക് ഇസ്രായേൽ, എൻ്റെ കണ്ണ് ഒരു സെക്കൻഡ് അവിടെ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അവിടെ നിന്നാൽ മതി. അത് സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ രീതിയിൽ മൊസാദിന് കിട്ടും. മൊസാദ് ഇൻഫർമേഷൻ കിട്ടും, ഇയാളൊരു പൊട്ടൻഷ്യൽ തെറ്റാണ്. ഞാൻ ചിലപ്പോൾ ഇത് വായിക്കുന്നത് യുദ്ധതന്ത്രങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഞാൻ പൊട്ടൻഷ്യൽ തെറ്റ്, ഞാൻ എന്തെങ്കിലും ജെറൂസലേമിലെത്താൻ പോകാൻ വിസയ്ക്ക് അപേക്ഷിക്കും, അവർ നോക്കും അയാളെ വലിയ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അതാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇനിയൊരു വിപ്ലവമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാതെ താലിബാൻ സ്റ്റൈലിനെ അയക്കണം. താലിബാൻ്റെ നേതാക്കന്മാരെ കൊല ചെയ്യാൻ പറ്റുന്നത് അവരെപ്പോഴെങ്കിലും ഫോൺ ഓണാക്കുമ്പോഴാണ്. അവർ ഫോൺ ഉപയോഗിക്കത്തില്ലല്ലേ? ഫോൺ ഉപയോഗിക്കില്ല. ഫോണില്ല, നെറ്റില്ല. അവരെപ്പോഴെങ്കിലും ഉപയോഗിച്ച സമയത്ത് അവരെ കൊന്നിട്ടുണ്ട്. സമയമില്ലാതെ ഒരിക്കലും ജസ്റ്റ് രക്ഷപ്പെട്ടു പോയതല്ലേ. സമയമില്ലാതെ ഫോണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ട്രാക്ക് ചെയ്തിട്ട് പിന്നെ മിസൈൽ വിട്ടു. പക്ഷെ ഈ അമേരിക്ക ഫോഴ്സിൻ്റെ ഉള്ളിൽ ആരോ നായക്ക് ചോർത്തി കൊടുത്തു. അപ്പോൾ ഇയാൾ ഫോൺ വേറൊരാളാക്കി കൊടുത്ത് രക്ഷപ്പെട്ടു. അപ്പോൾ ഫോൺ കയ്യിലുള്ള ആൾ മരിച്ചുപോയി. അപ്പം ഇങ്ങനെയുണ്ട്. അല്ല, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കും? കമ്മ്യൂണിക്കേഷൻ അവർക്ക് മറ്റു വഴികളുണ്ട്. പ്രാവുകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ കോഡ് ഭാഷകൾ വേറെ ആരെ കൊണ്ട് ഫോണിൽ ഉപയോഗിക്കും. അതൊക്കെ അമേരിക്ക ട്രാക്ക് ചെയ്യും. അങ്ങനെയാണ് ഈ പുതിയ തീവ്രവാദാക്രമണം. അമേരിക്ക ആഗ്രഹിക്കാത്ത ഒരു തീവ്രവാദാക്രമണം ലോകത്തോടെ ഇപ്പോൾ നടക്കുന്നില്ല. അപ്പം അമേരിക്ക ആഗ്രഹിക്കുന്ന ആക്രമണങ്ങളെ നടക്കുന്നുള്ളൂ. കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോളാണ്. ഈ ആക്രമണങ്ങളിലെല്ലാം പിന്നെ അമേരിക്കയ്ക്ക് അറിയാം, മനസ്സറിവുണ്ട്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അമേരിക്കയെ മനസ്സറിവുണ്ട്. അത്രയും സാറ്റലൈറ്റുകൾ ഇങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയെ. പിന്നെ രണ്ടാമത്തത്, എല്ലാ സ്ഥലത്തും അമേരിക്കയിലുള്ള ആളുകളുണ്ട്. പോലീസിലുണ്ട്, ഇൻ്റലിജൻസിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, കലാകാരന്മാരുടെ ഇടയിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ മൂവ് അവരറിയുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരു വെബിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരത് കാണിക്കില്ല. അത്രേ ഉള്ളൂ. അവർ നമ്മളങ്ങ് തുറന്നു വിടുക. അവർക്ക് ഒരു പൊട്ടൻഷ്യൽ തെറ്റായി കഴിഞ്ഞാൽ മാത്രമാണ് അവർ നമ്മളെ നമ്മളെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ നമുക്കെതിരെ നീങ്ങുകയും ചെയ്യും. നമ്മളീ സംസാരിക്കുന്ന പോലും അവർ അറിയുന്നുണ്ട്. പിന്നെ ഇത് ആരൊക്കെ ഇത്ര ആൾ കാണുന്നു. ഈ കാണുന്ന ഒരാൾ ഇവിടെയുള്ള അമേരിക്കയുടെ സ്ലീപ്പിംഗ് സെല്ലായിരിക്കും. അയാളെ റിപ്പോർട്ട് ചെയ്യും, അവരത് നോട്ട് ചെയ്യും. പിന്നെ അവർ ഒബ്സർവ് ചെയ്യും. നമ്മൾ തെറ്റാണ്, നമ്മളിത് ആശയപരമായി പറയുന്നതാണോ അല്ലെങ്കിൽ നമ്മളിത് വേറെ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ മനസ്സിലാക്കും. ആശയപരമായി പറയുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. അത് നമ്മളിവിടെ നാലാൾ അണികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അത് അവരങ്ങ് വിട്ടേക്കും. കുറച്ച് കാലം സർവൈലൻസിന് അവരങ്ങ് വിട്ടേക്കും. അതല്ല, നമ്മളതൊരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ തോന്നിക്കഴിഞ്ഞാൽ അന്നപ്പോൾ അവർ. അപ്പം ഈ പ്രധാനപ്പെട്ട ഇവർക്കെതിരെ മൂവ് ചെയ്യുന്ന ആരും ഇപ്പോൾ ഈ പറഞ്ഞ ടെക്നോളജി ഒന്നും ഉപയോഗിക്കും. ചൈന ഉണ്ട്, അവർക്ക് അവരുടേതായ ടെക്നോളജി. നോർത്ത് കൊറിയ അതുകൊണ്ടാണ് ഇന്റർനെറ്റൊക്കെ ശക്തമായ നിയന്ത്രണം കൊണ്ടുവരുന്നത്. അവർക്കും എനിക്ക് തോന്നുന്നു അവരുടേതായ സംവിധാനമുണ്ട്. പക്ഷെ മാത്രമല്ല സോഷ്യൽ മീഡിയ ചൈന പോലെ അത്ര ശക്തമല്ല. സോഷ്യൽ മീഡിയ അവർ നമ്മളെ കൺട്രോൾ ചെയ്യാൻ കൊണ്ടുവന്ന ആയുധമാണ്. ഇപ്പൊ AI കൂടി വന്നതോടുകൂടി നമ്മൾ മടിയന്മാർ കൂടിയാവുകയാണ്. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നും പറ്റാത്ത ആളുകളായി മാറും. നമ്മളെ കൊണ്ട് ഈ ലോകത്തിന് ആവശ്യമില്ലാത്തൊരവസ്ഥ വരും. എല്ലാം AI ചെയ്തോളും. നമ്മൾ മടിയന്മാർ. പിന്നെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് തെറ്റുണ്ടാവില്ല. പിന്നെ ഇസ്ലാമിനെ ഇപ്പം അവർ ലോകത്തിലെ അവരുടെ ഏറ്റവും വലിയ തെറ്റ് ഇസ്ലാമാണ്. ഇത് ഇവരെ പോലെ തന്നെ സംഘടിതമായൊരു മതമാണ്. അപ്പം അതിനെ തകർക്കാനുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്ത് ഷിയ സുന്നി, പിന്നെ ഇവർ APEK എന്നൊക്കെ ഇവിടെ ഉള്ളതുപോലെ അത് അവരിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. വേറെ ഒന്ന് മാവോയിസ്റ്റുകളാണ്. മാവോയിസ്റ്റുകൾ അവർ ഗവൺമെൻറ്റുകൾ ഉപയോഗിച്ച് അവർ തകർത്തുകൊണ്ടിരിക്കും. പിന്നെ ഉള്ളത് ഇന്ത്യ ഹിന്ദുമതം പോലെ, അതാണ് തകർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനം. അത് ഈ ക്രിസ്തുമതം ഇസ്ലാം മതം പോലെ ഒന്നും അത്ര ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതല്ല. അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഇവാഞ്ചലിക്കൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിനെ ഇറക്കി വിട്ടിരിക്കുന്നത്. അത് അത്ര എളുപ്പമല്ല ജോലി. കാരണം ആളുകളുടെ ഇന്ത്യക്കാരുടെ മനസ്സിലുള്ള അതിശക്തമായ വിശ്വാസമുണ്ട്. പിന്നെ ഇന്ത്യക്കാർ അവർക്കൊരു ഭീഷണിയല്ല.
അവർക്ക് ചൈനയെ പിടിക്കാൻ വേണ്ടി ഇന്ത്യനെ വേണം, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ ഇന്ത്യ അവർ വിചാരിച്ച പോലെ അവരെ കൈ കിട്ടുന്നില്ല, ഏത് ഗവൺമെൻറ് വന്നിട്ടും. അതാണ് അവർക്ക് ഇന്ത്യയോടുള്ള പ്രശ്നം. നമ്മൾ അവരുടെ ആളായിട്ട് അങ്ങ് നിന്ന് കൊടുത്താൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പം നമ്മുടെ ഇയാളുണ്ടല്ലോ മാത്യു സാമുവൽ അയാളെ വിളി അയാളെ കൃത്യമായിട്ട് പറയുന്നത്. അയാൾ നമ്മൾ വിചാരിക്കുമ്പോൾ അയാൾ പറയുന്നത് പ്രാന്താന്ന്, പക്ഷെ അയാൾ പറയുന്നത് കൃത്യമാണ് ആ കാര്യം. അയാൾ അല്ല ഇപ്പൊ ഇൻഫർമേഷൻ ഗാദർ ചെയ്യുന്ന മാത്രമല്ല, മാത്യു സാമുവലിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഗാദർ ചെയ്ത ഇൻഫർമേഷൻ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ട് അയാൾ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട്. അത് ശരിയാണ്. പിന്നെ നമ്മളെ ആ രീതി നമ്മൾ അവർക്കൊരു ത്രെട്ടല്ല, നമ്മൾ ആർക്കും ഒരു ത്രെട്ടല്ല. നമുക്ക് ചൈനയ്ക്ക് ത്രെട്ടാണ്, ചൈന നമുക്ക് ത്രെട്ടായതുകൊണ്ടാണ് ചൈനയ്ക്ക് നമ്മളത് ത്രെട്ടാണ്. അല്ല നമ്മൾ അവർക്ക് ത്രെട്ടല്ല, നമ്മൾ ആദ്യം അവർക്ക് സഹായസ്ഥാനം നീട്ടിയത്, അവർ നമുക്കിട്ട് പണിഞ്ഞുകൊണ്ടാണ്. നമ്മൾ ആർക്കും ഒരു ശത്രുവല്ല എന്നുള്ള ഗുണമുണ്ട്, അതുകൊണ്ടാണ് ഇവരെ നമ്മളെ പൂർണ്ണമായി നശിപ്പിക്കാത്തത്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചൈനയ്ക്കെതിരെ കട്ടയ്ക്ക് അവരുടെ കൂടെ നിൽക്കും. അതിന് മോഡി ആരും തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിഷൻ ഗസ ഈസ് ഓവർ.